ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സാരി കൊണ്ട് ഒരു പ്ലീറ്റഡ് സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 6 മീറ്റർ ലെങ്ത് വരുന്നൊരു സാരിയാണ്. ഇതിൻ്റെ തന്നെ ബ്ലൗസ് പീസ് കൊണ്ട് ക്രോപ്പ് ടോപ്പും ദെൻ പല്ലു പോർഷൻ എടുത്തിട്ട് നമുക്ക് ബട്ടർഫ്ലൈ സ്ലീവ് ആൻഡ് ബാക്കിലൊരു ബോയും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്കേർട്ടാണ് വെട്ടിയെടുക്കുന്നത്. 40 ഇഞ്ച് ലെങ്ത് വരുന്ന സ്കേർട്ടാണ്. ദെൻ അതിൻ്റെ 38 ഇഞ്ചസിലാണ് ഞാൻ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ചസ് ഞാൻ വേസ്റ്റിലാണ് ആഡ് ചെയ്യുന്നത്. പല്ലു പോർഷനും ബ്ലൗസ് പീസും ഒഴിവാക്കിയിട്ട് ബാക്കി ഫുള്ളും ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് ചെയ്യാനായിട്ട് 5 ഇഞ്ച് വിട്ടും 30 ഇഞ്ച് ലെങ്തും വരുന്ന ഒരു പീസ് ഞാൻ ബോർഡറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്കേർട്ട് പോർഷൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കതിൽ ക്രോപ്പ് ടോപ്പ് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 80 ഇഞ്ചസ് ആണ്. പ്ലസ് 20 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോള് ഞാൻ 5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡറും ഞാൻ 5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ആം ഹോളിലെ കർവ് ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 28 ഇഞ്ചസ് ആണ്. അതും മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്യുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചസ്. ബാക്ക് നെക്ക് 7 ഇഞ്ച് ലെങ്തിൽ വി നെക്കാണ് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്കിനി നല്ല ക്ലോത്തിലോട്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനാദ്യമായിട്ട് നമുക്ക് ക്ലോത്തിൻ്റെ ബോർഡർ ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. സ്ലീവ് ചെയ്യാനായിട്ട് പല്ലു പോർഷനിൽ നിന്നൊരു പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് ലെങ്തിലും 5 ഇഞ്ച് വിട്ടുമാണ് സ്ലീവ് എടുക്കുന്നത്. ബട്ടർഫ്ലൈ സ്ലീവ് ആണ് ചെയ്യുന്നത്. വൺ സൈഡ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ ബാക്കിലൊരു ബോയും ടൈയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോ ചെയ്യാനായിട്ട് 12 ഇഞ്ച് വിട്ടും 12 ഇഞ്ച് ലെങ്തുമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്കേർട്ടിൻ്റെ പ്ലീറ്റ് ഞാൻ വളരെ കുഞ്ഞിതായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം അതിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് വെറും 28 ഇഞ്ചസ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിതായിട്ട് പ്ലേറ്റ് എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു സാരി ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ആവുന്നത്. അതുമല്ല ചെറിയ പ്ലേറ്റ്സിന് ഭംഗി കൂടുതലാണ്. ഇനി താഴ്ഭാഗം നമുക്കത് അങ്ങനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതിൻ്റെ തുമ്പൊന്നും പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നത്. പ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ മുകളിലേക്ക് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടതാണ്. എന്നിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. സൈഡ് ക്ലോത്തുകൾ രണ്ടും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കേർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചിട്ടൊന്ന് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിട്ട് അടിക്കുമ്പോഴത്തേക്ക് ലൈനിങ് റോങ് സൈഡിൽ പോവുകയും ചെയ്യും. നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. ബാക്കിലെ വി നെക്കിൻ്റെ ലെങ്ത് 7 ഇഞ്ചസ് ആണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹുക്ക് വെക്കുന്ന ഭാഗം ഒന്ന് മടക്കി അടിച്ചാണ് കൊടുക്കുന്നത്. ഇതിൽ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ അടിക്കുന്നില്ല, പകരം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ്. ഇനി ലെഫ്റ്റ് സൈഡിലാണ് ഹോൾ ചെയ്ത് കൊടുക്കുന്നത്. ഹോൾ ചെയ്യാനായിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിൽ ക്ലോത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഹോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് നല്ല ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സസ് ആയിട്ടുള്ള ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് മറിച്ചിട്ട് അടിച്ചെടുത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡറിൽ നിന്ന് 11 ഇഞ്ചസ് പ്ലസ് 6 ഇഞ്ച് ലെങ്തിലും 4 ഇഞ്ച് ബ്രെഡ്ത്തിലും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. ഇൻവിസിബിൾ ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ഷോൾഡർ ചെയ്തിട്ടുള്ളത്. ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ റൈറ്റ് സൈഡുകൾ ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് അകത്ത് പോകും. അപ്പോൾ ഒട്ടും പുറത്ത് കാണത്തില്ല. നെക്കിനും ഷോൾഡറിനും ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. അടുത്തത് സ്ലീവ് ചെയ്ത് കൊടുക്കാം.
സ്ലീവ് ചെയ്യുന്നതിനായിട്ട് കർവായിട്ട് വെട്ടിയിട്ടുള്ള ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം ആം ഹോളിൻ്റെ അളവാണ് വേണ്ടത്. ഇവിടെ ആം ഹോളിൻ്റെ അളവെന്ന് പറയുന്നത് 16 ഇഞ്ചസ് ആണ്. 16 ഇഞ്ചസ് വരുന്ന രീതിയിൽ ഞാൻ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്ലീവിൽ. എന്നിട്ട് ഷോൾഡറിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ സ്ലീവ് ആയതുകൊണ്ട് തന്നെ ആം ഹോള് പുറത്തേക്ക് വിസിബിൾ ആകാൻ ചാൻസ് ഉണ്ട്. ആം ഹോളിൻ്റെ തയ്യൽ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ട് പീസ് കൊണ്ട് സ്ലീവിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് പതിപ്പിച്ചടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അതൊന്ന് ബോഡി പാർട്ടിലേക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്ലീവിൻ്റെ പോർഷനിലൊരു നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. എക്സസ് ആയിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുകയും ചെയ്യും. സ്റ്റിച്ചിങ് പുറത്ത് കാണുകയില്ല. ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എക്സസ് ആയിട്ടുള്ള സീം അലവൻസ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 80 ഇഞ്ചസിലായിരുന്നു വെട്ടിയെടുത്തത്. എന്നാൽ ഇത് ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 40 ഇഞ്ചസ് വരെയാണ് മടക്കി അടിക്കുന്നത്. പിന്നീടുള്ള യൂസിന് വേണ്ടിയിട്ടാണ് ഇത്രയിട്ട് വെട്ടിയിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നത്. 40 ഇഞ്ചസിൽ മടക്കി അടിച്ച ശേഷം ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഷേപ്പ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ വെക്കാനുള്ള ബോ ചെയ്തെടുക്കാം. 12 ഇഞ്ചസ് വിട്ടിലും 12 ഇഞ്ചസ് ലെങ്തിലും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് മടക്കി അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ എടുത്തിട്ട് അവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് തിരിച്ചെടുക്കാം. ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഉള്ളിൽ പോവുകയും ചെയ്യും. 4 സൈഡിലും നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൽ കട്ട് ചെയ്തിട്ടുള്ള സെൻറ്റർ ഭാഗം ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ അതങ്ങ് ഉള്ളിൽ പോകുന്ന രീതിയിൽ മടക്കി എടുക്കണം. അപ്പം നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ടൈ ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്ലോത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടൈയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്കർട്ടും ടോപ്പും കംപ്ലീറ്റ് ആയി. ഇനി ഫൈനൽ ലുക്ക് കണ്ടാലോ?